السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. റിയാദു സ്വാലിഹീൻ ബാബുർ റജാ, അള്ളാഹുടെ റഹ്മത്തിലെ ആഗ്രഹിക്കല്. ഇത് വിശദീകരിച്ച് ഞങ്ങൾ വന്നിട്ട് 425 ഹദീസായിട്ട് എൻ്റെ വിവരിക്കൊണ്ട് ചാനലിൽ പുതിയ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കണം, ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. ഞങ്ങൾ 4 ഹദീസ് ക്ലാസ് ആയിട്ട് ഈ ചാനൽ വിവരിച്ച് വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഫിഖിയായ ക്ലാസ്സുകളും ഉണ്ട്. മയ്യത്ത് പരിപാലനയെ സംബന്ധിച്ച് 2 ക്ലാസ്, കഫൻ ചെയ്തതും ദഫൻ ചെയ്തതിനെ സംബന്ധിച്ച് 2 ക്ലാസ്സുമായിരുന്നു. ആ ക്ലാസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. ഇന്ന് ഞങ്ങളുടെ ഹദീസ് ഈ 425 ഹദീസ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആന്റെ 2 ആയത്ത് ഓതും. അതിൽ ഒരായത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചൊന്നതായിട്ടിരിക്കുന്നത്. എന്തിന്? പടച്ചവനെ, ആ വിഗ്രഹങ്ങൾ ഒരുപാട് ആൾക്കാര് തീർത്തപ്പാട്ടികൾ നന്റെ പിൻപറ്റിയങ്ങ നന്റെ കൂട്ടത്തിൽ പെട്ടങ്ങ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചൊന്ന ഒരു സംഭവം. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വളരെ കഷ്ടപ്പെട്ട് ദീൻ പ്രബോധനം ചെയ്ത നബിയായിട്ടിരിക്കുക. അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ നബിയുടെ ബാപ്പായിട്ട് ഇസ്മായിൽ നബിക്കും അതുപോലെ ഇബ്രാഹിം നബിക്കായിട്ട് കിടക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ 2 മക്കൾ നബിയായിട്ടിരിക്കുക. അതുപോലെ ഒന്ന് ഇസ്മായിൽ നബി, ഒന്ന് ഇസ്ഹാഖ് നബി. ഇസ്ഹാഖ് നബിയുടെ മോൻ യാക്കൂബ് നബിയും നബിയായിട്ടിരിക്കുക. യാക്കൂബ് നബിയുടെ മോൻ യൂസുഫ് നബിയും നബിയായിട്ടിരിക്കുക. അപ്പൊ ഇബ്രാഹിം നബിയിൽ പിന്നെ വന്ന നബിമാരൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കുടുംബത്തിൽ വന്ന നബിമാരായിട്ടിരിക്കുക. അതുകൊണ്ടായിട്ടിരിക്കുന്നത് അങ്ങനെ നിസ്കാരത്തിൽ വാല ആലി സയ്യിദന മുഹമ്മദിൻ ചൊല്ലും. അല്ല, കമാ വബാരിക് അലാ സയ്യിദന മുഹമ്മദിൻ വാല ആലി സയ്യിദന മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം കമാ സല്ലൈത അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് നീ റഹ്മത്തും ബറക്കത്ത് ചൊരിച്ചതുപോലെ ഞങ്ങളുടെ നബിക്കും ഞങ്ങളെ എന്തിന്റെ കുടുംബത്തിനും ബറക്കത്തും റഹ്മത്തും ചൊരിക്കണമെന്ന് ദ്വാരണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ മക്കളായിട്ട് ഒരുപാട് നബിമാർ വന്നത്. പിന്നെ മൂസാ നബി, ഹാറൂൻ നബി, ദാവൂദ് നബി, സുലൈമാൻ നബി അലൈഹി സ്വലാം ഒക്കെ ആ ഫാമിലിയിൽ വന്ന നബിമാരായിട്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അന്റെ ദീൻ പ്രബോധനാക്കുമ്പോൾ അന്റെ വിഗ്രഹത്തിന് ആരാധനാക്കിയ ആളുമാര് അങ്ങനെ ഒരുപാട് ദീന് വിളിച്ചിട്ട് ലാസ്റ്റ് ചെന്നായിട്ട് പടച്ചോനെ ഞാനങ്ങനെ കുറെ പ്രബോധനാക്കിയ. പക്ഷെ അത് പടച്ചോണെന്ന് വിചാരിച്ചിട്ട് അതിനെ പ്രവർത്തി കുറെ ആൾമാർ പോയിട്ടാണ് ഞാൻ എന്തിനാക്കി നന്റെ പിൻപറ്റിയങ്ങ അങ്ങനെ നണ്ടിൽപ്പെട്ട എന്നർത്ഥം കൊണ്ട് ഒരായത്ത് അതായിട്ട് ആ നബി തങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് ചെന്ന് ഖുർആന്റെ ആയത്ത് ഓതും. 2ാമതായിട്ട് ഈസാ നബി അലൈഹി സ്വലാം ചെല്ലത്. പടച്ചവനെ, ഖിയാമത്ത് ഈസാ നബി അലൈഹി സ്വലാം ചെല്ലത്. പടച്ചവനെ, നീ അങ്ങനെ ശിക്ഷിക്കണമെങ്കിൽ നിന്റെ അടിമയാണ്, ഞാൻ എന്ത് ചൊല്ലുകയില്ല. നീ എനിക്ക് പുറത്തു കൊടുക്കണമെങ്കിൽ നീ എന്താക്കുന്നവനായിട്ടിരിക്കുക, നീ ശിക്ഷിക്കുക തീരുന്ന ഹിക്കുമത്തുള്ളവനായിട്ടിരിക്കുക. അപ്പൊ അമ്പിയാക്കന്മാരൊക്കെ അങ്ങനെ ഉമ്മത്തിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ചൊല്ലാറ്. ഇത് ചൊന്നിട്ട് നിബിത്തങ്ങൾ കൈ ഉയർത്തിയിട്ട് പടച്ചവനെ ഉമ്മത്തി പടച്ചവനെ നന്റെ ഉമ്മത്ത്, നന്റെ സമുദായം നിബിത്തങ്ങൾ ഉൾപ്പെട്ടതും നിബിത്തങ്ങൾ ബേജാറായതും ദുഃഖിതരായതും ഒക്കെ ഈ പാവപ്പെട്ട ഉമ്മത്തിങ്ങളെ നമുക്ക് വേണ്ടിയായിട്ടില്ല. തന്റെ കുടുംബത്തിന് വേനായിട്ട് നിബിത്തങ്ങൾ സ്വത്തുണ്ടാക്കിയിട്ടില്ല, കുടുംബത്തിന് വേനായിട്ട് സമ്പത്തുണ്ടാക്കിയിട്ടില്ല, കുടുംബത്തെ കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. മൊത്ത നിബിത്തങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സമുദായത്തെ കാര്യത്തിന് വേണ്ടിയായിട്ടില്ല. ഈ സമുദായം ഭിന്നിച്ച് ചിതറി പരസ്പരം കൊല്ലുക, ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പോകുന്നത് തീരാണ്. ഇതിപ്പോ സുഡാന്റെ അവസ്ഥ എനിക്ക് കൊടുക്കുന്നു. ഇപ്പൊ കരിഞ്ഞുകൊണ്ടുള്ളതായിട്ട് സുഡാൻ മുസ്ലിമീങ്ങളുണ്ട്, അല്ലാത്തവർ കൂടുതൽ മുസ്ലിമീങ്ങളായിട്ടിരിക്കുന്നത്. മഹാനായ ബിലാൽ റളിയല്ലാഹുവിന്റെ റായായിട്ടിരിക്കുന്നത്. ആ സുഡാനിൽ കൊന്നുകൊണ്ടുള്ളത് അപ്പൊ ആഭ്യന്തര കലാപം ചെന്നിട്ട് ചൊല്ലു എന്നുണ്ടെങ്കിൽ അങ്ങനെ റായത്തിടയിൽ ഭർത്തരായ അങ്ങനെ ഉപദ്രാക്കടല്ല, അങ്ങനെ ഇടയിൽപ്പെട്ട ആളുമാര് അങ്ങനെ ഇടയിലെ ഭിന്നിപ്പ അവിടെ ആയിട്ട് മിലിറ്ററി, അതുപോലെ മിലിറ്ററി ഫോഴ്സും RSF ഇങ്ങനെ പരസ്പരം യുദ്ധം നടന്നുകൊണ്ടുണ്ട്, കുറെ ആൾമാരെ കൊന്നുകൊണ്ടുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ഈ സമുദായത്തെ കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഇവിടെ ഉൾപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു ആ സുഡാന്റെ ആൾക്കാർക്ക് സലാമത്ത് നൽകട്ടെ. അള്ളാഹുവോട് അവർ നല്ല ഹൈറായ
വാതാവരണം നമുക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ. പാവപ്പെട്ട ഒരുപാട് ആൾക്കാരെ ജീവനായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ട് ശ്രദ്ധിക്കുക. ആവത്തേക്കൊരവസ്ഥ ആറായത്തിന് വേണ്ടി പലക്കരയ്ക്കും ദ്വാരക്കും ഞങ്ങൾ മാത്രമല്ലേ ഉള്ളേ. ആറായത്തെ ആളുമാർക്ക് വേണ്ടി ദ്വാരക്കണം. പാവപ്പെട്ട ഒരുപാട് ആൾക്കാരെ പയിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് ചില ഏരിയകളിലൊക്കെ അവിടെ RSF ചെന്നിട്ടുള്ള ഒരു മിലിറ്ററി പോലത്തെ ഒരു വിഭാഗം അധികാരം പിടിച്ചെടുക്കുക. അധികാരത്തെ ആശയ്ക്ക് കൊല്ലുടെ എന്നിട്ടേക്ക് സപ്പോർട്ടാക്കുന്ന ആളുമാറോ അങ്ങനെ എന്തെങ്കിലും ചില്ലറ അങ്ങനെ യുദ്ധത്തിൽ ആവശ്യമുള്ള അങ്ങക്ക് വേനായ ഗണ്ണും ಅದಕ್ಕೆ ಬೇರೆ ವಸ್ತುಕಲಕ್ಕೆ കൊടുത്തിട്ട് ആറായത്തെ ബംഗാറ് ലൂട്ടിയാക്കിയത്. ആറായത്തെ ബംഗാറ് എന്താക്കണം, ബംഗാറ് ഇങ്ങനെ കൊടുക്കുന്നത് ഇങ്ങനത്തെ ആയുധങ്ങൾ കൊടുക്കുന്നത് അങ്ങനെ പരസ്പരത്തൊന്നുമല്ല. ഇങ്ങനത്തെ ഒരവസ്ഥ സുഡാനിലായിട്ട് ഇപ്പൊ കുറേ വർഷമായിട്ട് വന്ന് ഇപ്പൊ ഭയങ്കര തീവ്രമായിട്ടായിട്ട് അള്ളാഹുടത്ത് ആ ആളുമാർക്കൊക്കെ നല്ലൊരു വാതാവരണം ഉണ്ടാക്കി കൊടുക്കട്ടെ. ആറായിട്ടിപ്പോ അങ്ങനെ ഉപദ്രവത്തില് അള്ളാഹു അങ്ങനെ സർവറിൽ നിന്ന് ആ മുസ്ലിമീങ്ങൾ അള്ളാഹു കാത്ത് സലാമത്താക്കി. അപ്പൊ ചൊന്നു വന്നുകൊണ്ടുള്ളത് ഈ സമുദായത്തിന് വേണ്ടി നിമിത്തങ്ങൾ ഒരുപാട് ഉൾപ്പെട്ടു എന്നുള്ളതാണ്. എൻ്റെ ഉമ്മത്ത് ഇന്ന് സ്വർഗത്തിൽ എത്തണം. ഖിയാമത്തിനാൽ അങ്ങനെ എങ്ങനെയാവോ എന്താവോ എന്ന് പേടിച്ചാലായിട്ടിരിക്കുന്നത് മുത്തു നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടായിട്ടിരിക്കുന്നത് അന്ത ഉമ്മൻ അം അബുൻ മാ റഅയ്നാ ഫീമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നിങ്ങൾ ഉമ്മമ്മ അല്ല ബാപ്പമ്മ, അതിനേക്കാളും മേലായിട്ടിരിക്കുന്നത് നിങ്ങൾ ഉമ്മത്തിങ്ങളൊക്കെ. കാരണം ഉമ്മയും ബാപ്പയും ദുനിയാവിടെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ മക്കളെ കാര്യത്തിൽ ചിന്തിച്ചിട്ടില്ലേ അല്ലേ. എൻ്റെ മക്ക പഠിച്ചിട്ട് നല്ലവണം, എൻ്റെ മക്ക പഠിച്ചിട്ട് ഒരു സ്വർത്ത് കത്തണം, അവരുടെ കുടുംബത്തെ നോക്കണം, ബാപ്പ ഉമ്മയുടെ നോക്കണം, നല്ല അകക്കെട്ടണം, നല്ല ബിസിനസ് ആക്കണം. ഈ കാര്യങ്ങളെ ബാപ്പ ഉമ്മ ചിന്തിച്ചത്. മുത്ത് നബിത്തങ്ങൾ അത് അല്ല ഈ ഉമ്മത്തിങ്ങളെ കുറിച്ച് ചിന്തിച്ചത്. പിന്നെ ഖിയാമത്തിനാളിൽ രക്ഷപ്പെടണം, ഖബറിൽ രക്ഷപ്പെടണം, മഹ്ശറിൽ രക്ഷപ്പെടണം, സ്വർഗത്തിൽ എത്തണം. അതാ നബിത്തങ്ങൾ ഉൾപ്പെട്ടത് കൈവരുത്തിട്ട് അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി വബക്ക. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം അത് അള്ളാഹു താല ചൊല്ലി ജിബ്രീൽ അലൈഹിസ്സലാം ഇട്ട് പോയിട്ട് കേൾക്കോ എന്തിനേക്ക് ഉൾക്കൊണ്ടേ അള്ളത് വന്നില്ലാണ്ടെന്ന് പറഞ്ഞ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് കേട്ടിട്ടാണ് നബിത്തങ്ങൾ ചൊല്ലുന്നത് എൻ്റെ ഉമ്മത്തിങ്ങ, എൻ്റെ പാവപ്പെട്ട ഉമ്മത്തിങ്ങ, ദോഷം ചെയ്ത എൻ്റെ പാവപ്പെട്ട ഉമ്മത്തിങ്ങ. അങ്ങനെ കാര്യത്തിലാണ് ഞാൻ ബേജാറ്. അപ്പൊ അള്ളാഹു താല ജിബ്രീലിന്റെ കടത്തികളുടെ പൊരിച്ചൊള്ളറും നിങ്ങളെ ഞങ്ങൾ തൃപ്തിപ്പെടുത്തുക. റബ്ബ് നിങ്ങൾക്ക് പിന്നെ തണ്ട, നിങ്ങൾ തൃപ്തിപ്പെട്ടത്ര തണ്ട. അപ്പൊ നിമിത്തങ്ങൾ ചെന്നൊരു പലക്കുണ്ട് എന്തേ എൻ്റെ ഉമ്മത്തിങ്ങൾപ്പെട്ട ഒറ്റ പോലും സ്വർഗ നരകത്തിൽ പോയി നാ തൃപ്തിപ്പെടല. ആറ് ചൊല്ലു അങ്ങനത്തെ ഒരു പലക്ക. ഏത് ബാപ്പ ചൊല്ലു, ഏത് ഉമ്മ ചൊല്ലു. ആ നബിയുടെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട ഒരാള് നരകത്തിൽ ബാക്കിയാകുമ്പോ നാണ് തൃപ്തിപ്പെടല. നബിയെ നിങ്ങൾ തൃപ്തിപ്പെട്ടത്ര നാണ് കണ്ടാണ് ഖുർആനിൽ ചൊന്നിട്ടില്ലേ. അപ്പൊ ഉമ്മത്തികളൊക്കെ കാട്ടിയ പിറുസ ആ നബി തങ്ങളുടെ പിറുസ. എത്ര അവിടുത്തെ മേലെ സലാത്ത് ചെന്നെങ്കിലും അവിടുത്തെ മതി എത്ര ചൊന്നേൻ കണ്ടെങ്കിലും ഞങ്ങൾക്ക് എങ്ങനെ അവിടത്തോടുള്ള ഒരു കടമ ഞങ്ങൾ തീർക്കുക. വലിയ ആളല്ലേ മുത്ത് നബി തങ്ങൾ. അള്ളാഹു വലിയ പദവി കൊടുത്താലല്ലേ നബി സ്വർഗത്തിനോട് ഉറപ്പല്ലേ. ആ നബി തങ്ങളായിട്ട് ചൊല്ലത് എൻ്റെ ഉമ്മത്തീങ്ങൾ സ്വർഗത്ത് കത്തണം. ഉമ്മത്തീങ്ങളുടെ കാര്യത്തിൽ ബേജാറായ മുത്ത് നബി ഇതായിട്ട് മങ്കൂസ് മൗലൂദിൽ അൻസ ഉമ്മുൻ അം അബുൻ മാറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഒരു ബാപ്പയും ഒരു ഉമ്മയും മക്കളെ ആഖിറത്തെ കാര്യത്തിൽ ചിന്തിക്കുന്നതിൽ കൊറടിയായിട്ടിക്കല്. ആറ് ഇക്കല മക്ക സ്വർഗത്തിലെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാറും ബാപ്പമാറും കൊറടിയല്ല അലക്ക ഇല്ല എന്റെ ചൊല്ലാം വലിച്ചുറുക്കറ്റിക്കും. എൻ്റെ മക്കൾ നല്ല നിലയിൽ എത്തിക്കുന്നുണ്ട് ആഗ്രഹിക്കല്. മുത്തുനബി ഈ ഉമ്മത്തിങ്ങളെ സ്വർഗത്തിൽ എത്തുവാക്കണം എന്ന് ആഗ്രഹിക്കുന്ന നബിയായിരിക്കും. അപ്പൊ ആ നബി തങ്ങള് ഉമ്മത്തിങ്ങളാവണം. നബിക്ക് ബേജാറാവണം, എനിക്ക് തോന്നുന്നു അങ്ങ് ആക്കില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇവിടെ കടത്തി കൊടുത്തിട്ട് അള്ളാഹു താല അല്ലെ ജിബ്രീൽ അലൈഹിസ്സലാം പോയിട്ട് അള്ളാഹ് ചൊല്ല്
നബി ഇങ്ങനത്തെ വിഷയത്തിലാ ബേജാറാവിടെ. അപ്പൊ രണ്ടാമത് പോയി ചൊല്ലുള്ളൂ, ഞാൻ നിങ്ങളുടെ ഉമ്മത്തിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെ ഞങ്ങൾ തൃപ്തിപ്പെടുത്തുക, പല നസൂക്ക നിങ്ങളെ ഞങ്ങൾ ബേജാറിലാക്കില്ല. നിങ്ങൾക്ക് ഉമ്മത്തിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കി തന്നില്ല എന്ന് അള്ളാഹു തആല ചൊല്ലുന്നത്. അപ്പൊ ആ നബിത്തങ്ങളെ എന്തായിട്ടിക്കറ ആ നബിത്തങ്ങൾ ഞങ്ങൾ തിരിച്ച് ചെയ്യേണ്ടത് അല്ലേ? എത്ര ഈ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നോക്കൊരു വേറെ ഒരു കുടുംബത്തിന് വേണ്ടി ഉൾപ്പെട്ടിട്ടില്ല, ഈ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി മാത്രമേ മുത്ത് നബിത്തങ്ങൾ ഉൾപ്പെട്ടു. നോക്കുക ഹദീസ് നമ്പർ 425. وعن عبد الله بن عمرو بن العاص رضي الله عنه أن النبي صلى الله عليه وسلم قال قول الله عز وجل في إبراهيم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ കാര്യത്തിൽ അള്ളാഹ് ചൊന്ന ആയത്ത് ഓതി. ഏതത്? റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചൊല്ലുന്നത്, പടച്ചവൻ ആ വിഗ്രഹങ്ങൾ കുറേ ആൾമാരെ ബെടക്കാക്കി, നമുക്ക് അതിരെ പടച്ചവനോട്ടും അതിരെ പൂജിച്ചോണ്ട് അതിരെ പിറവത്തെ പോയിടും. നാ ചൊന്നിട്ട് നന്റെ പിമ്പറ്റിയ ആളുമാർ ഫഇന്നഹു മിന്നി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ ചൊല്ലും. വഖൗല ഈസാ അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാമുടെ ഈസാ നബി അലൈഹി സ്വലാം ചൊല്ലുന്നതും അള്ളാഹ് ചൊല്ലുന്നത് ഓതിയിട്ട് എന്തത്? ഇൻ തുഅസിബും, ഈസാ നബി ചൊല്ലെ, പടച്ചവനെ നീ അങ്ങനെ ശിക്ഷിക്കണമെങ്കിൽ ഫൈനം ഇബാദുക, അങ്ങനെ എന്റെ അടിമങ്ങൾ ഞാൻ എന്താ ചൊല്ലേ. ഫൈൻ തഗ്ഫിർലഹു, നീ ഞങ്ങൾക്ക് പുറത്തു കൊടുക്കണമെങ്കിൽ ഫൈന്നക അൻതൽ അസീസുൽ ഹകീം, നീ അസീസും ഹകീമുമായിട്ടിരിക്കുക. എനിക്ക് ഹിക്മത്തുണ്ട്, എനിക്ക് എല്ലാ തന്ത്രവും தெரியும், പക്ഷെ നിന്റെ വിജയിക്കുക ആർക്കും സാധ്യമല്ല. നീ എല്ലാവർക്കും വിജയിക്കുക, നീ അസീസായിട്ടിരിക്കുക, നിന്റെ ശിക്ഷയുടെ തടയുക നിപ്പാട്ടുക ആർക്കും സാധ്യമല്ല. ഫറഫയത്, എന്നിട്ട് നബിത്തങ്ങൾ കൈവത്തി. വഖാല, എന്നിട്ട് അല്ലാഹു പടച്ചവനെ ഉമ്മത്തി ഉമ്മത്തി വബഖ, നബിത്തങ്ങൾ ഉൾപ്പെട്ടു. ഫഖാല അല്ലാഹു അസ്സ വജൽ, അപ്പോൾ അല്ലാഹു തആല ചൊന്ന, യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദ്, ഏ ജിബ്രീൽ മുഹമ്മദ് നബിയുടെ മുട്ട പോണം. വറബ്ബുക അഅലം, നിങ്ങളെ റബ്ബുക്ക് ഗൊന്തുണ്ട്. ഫസൽഹു മാ യുബ്കി, ആ നബിരട്ടി പോയിട്ട് കേൾക്കണം എന്ത് ഉൾപ്പെട്ടേ. അല്ലാഹു ഗൊന്തില്ലാത്തത് കൊണ്ടൊന്നല്ല, മലക്കുകൾക്ക് ഇതിനെ സംബന്ധിച്ച് അറിയിച്ചു കൊടുക്കണം, ലോക ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണം. ഫാതാഉ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഫഅഖ്ബറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഒന്നുകൊണ്ട് എന്തായിട്ട് നബി തങ്ങൾ അയാൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിക്ക് ചൊന്നു കൊടുത്തു. വഹുവ അഅലം, അതാ അള്ളാഹു ഏറ്റവും അറിയുന്നവനായിട്ട്. ഫഖാല അല്ലാഹു തആല, ഫഅഖ്ബറഹു ഫഖാല അല്ലാഹു തആല, അല്ലാഹു തആല ചൊന്ന, യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദ്. അല്ലേ, നബി തങ്ങളുടെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് വിഷയം ചൊന്ന് പോയി കേടുത്ത് പോയിട്ട് അള്ളാഹുടെ ചൊന്ന് അള്ളാഹുക്കെല്ലാം കൊണ്ട്. അപ്പൊ അല്ലാഹു തആല ചൊല്ലി, യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ കൂടെ ഫഖുൽ, എന്നിട്ട് ചൊല്ലു, ഇന്നാ സനുർദീക, നിശ്ചയമായിട്ട് ഞങ്ങൾ നിങ്ങളെ തൃപ്തിപ്പെടുത്തുക, ഫീ ഉമ്മത്തിക്ക, നിങ്ങളുടെ ഉമ്മത്തിലെ കാര്യത്തിൽ, വലാ നസുക, ഞങ്ങൾ നിങ്ങളെ മോശാക്കില്ല, നിങ്ങൾക്ക് വിഷമവും ബേജാറുണ്ട് അവിടെ എനിക്ക് അവസ്ഥനാണ് ഉണ്ടാക്കില്ല. റവാഹു മുസ്ലിം. അള്ളാഹു ആ മുത്ത് നബി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ അള്ളാഹു വിജയികളിൽ പെടുത്തട്ടെ, സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് ദുനിയാവോടും ആഖിറത്തോടും ഞങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ, ഖൈറിൻ്റെ ആൾക്കാരുള്ള അള്ളാഹു പെടുത്തട്ടെ. കാതുകൾക്ക് എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.